നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കുന്ന വിഷയം കേരളത്തിലെ ഓട്ടോമൊബൈൽ ഡീലർഷിപ്പുകൾക്കും പൊതുജനങ്ങൾക്കും ഒരുപോലെ ബാധിക്കുന്ന ഒരു വിഷയത്തെ പറ്റിയാണ്. സർവീസ് സൗകര്യം ഇല്ലാത്ത ഷോറൂമിന് ട്രേഡ് സർട്ടിഫിക്കറ്റ് നൽകിയാൽ നിയമ തടസ്സം ഉണ്ടോ എന്നുള്ളതാണ് സബ്ജക്റ്റ്. ആ വിഷയത്തെപ്പറ്റി, അതിൻ്റെ നിയമവശത്തെപ്പറ്റി കൂടുതലായിട്ട് വിവരിക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ വോയിസ് ഓഫ് റോസ് പൂർണ്ണമായിട്ട് ഈ വീഡിയോ കാണുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ വിഷയത്തിലേക്ക് കടക്കാം. മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988 സെക്ഷൻ 39 പ്രകാരം രജിസ്റ്റർ ചെയ്യാത്തൊരു വാഹനം റോഡിൽ ഓടിക്കാൻ പാടില്ല എന്നുള്ളതാണ്. എന്നാൽ സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ ആക്ട് 1989 റൂൾ 33 മുതൽ 45 പ്രകാരം ഡീലർമാർക്കും മാനുഫാക്ചർക്കും റിപ്പയർ ചെയ്യുന്നവർക്കും ട്രേഡ് സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം ട്രേഡ് സർട്ടിഫിക്കറ്റ് അനുവദിക്കുമ്പോൾ നിയമത്തിൽ ഷോറൂമിൽ തന്നെ സർവീസ് ഫെസിലിറ്റി വേണം എന്ന് എങ്ങും പ്രതിപാദിച്ചിട്ടില്ല. ഷോറൂമിനും സർവീസിനും വേറെ വേറെ സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്നത് നിയമപരമായി അനുവദനീയവുമാണ്. ഇതിൽ കേരളത്തിലെ സാഹചര്യത്തിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ മാർഗനിർദ്ദേശവും ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ 25/3/2025 കോഴിക്കോട് ഇറക്കിയ ഒരു കത്തിലും ആശയക്കുഴപ്പം നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത്. ഈ ആശയക്കുഴപ്പം എന്താന്ന് വെച്ചാൽ, സർവീസ് സെന്ററുകൾ ഇല്ലാത്ത എല്ലാ ഷോറൂമുകളുടെയും TCR ട്രേഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കണ്ട എന്നുള്ളതായിരുന്നു ആ സർക്കിളിനകത്തുള്ളത്. ഇനി കിട്ടിയ ആൾക്കാരെ ഹിയറിങ്ങിന് വിളിക്കുക, അവർക്ക് സർവീസ് സെന്റർ അതിനകത്തുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്ന ആ സർക്കിളിന്റെ നമ്പർ മാത്രം ഞാൻ പറഞ്ഞുതരാം. J6/120/2025 DTC NZ എന്നുള്ള സർക്കുലറിലെ കത്ത് പ്രകാരമാണ് ഇത് നടന്നിരിക്കുന്നത്. അപ്പം ഇത്തരം കാര്യങ്ങൾ നിയമപരം അല്ല എന്നുള്ളത് മാത്രം സൂചിപ്പിക്കട്ടെ. ഈ കത്ത് പ്രകാരം RTOമാരോട് ഇത്തരത്തിലുള്ള ട്രേഡ് സർട്ടിഫിക്കറ്റ് അനുവദിക്കേണ്ട എന്നുള്ളതാണ് ആ കത്തിൽ പറയുന്നത്. ഇത് CMVR റൂളിൽ പറയാത്ത അധിക വ്യാഖ്യാനം മാത്രമാണ്. ഫലമായി പല RTOകളിൽ ഡീലറിന് ഷോറൂമിന് പ്രത്യേക TC കിട്ടാതെ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ TC കിട്ടാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ട് സാധാരണക്കാർക്ക് ടെസ്റ്റ് ഡ്രൈവിന് വാഹനം കിട്ടാത്ത ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞു, പൊതുജനങ്ങൾക്കും ഡീലർമാർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന ചില സർക്കുലറുകളിലെയോ കത്തുകളിലെയോ വ്യാഖ്യാനങ്ങൾ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഞാൻ ഈ ചൂണ്ടിക്കാണിച്ചത്. OEM എഗ്രിമെന്റ് പ്രകാരമാണ് ഡീലർഷിപ്പുകൾ അനുവദിക്കുന്നത്. ഡീലർഷിപ്പുകൾ OEM കൊടുക്കുന്ന സമയത്ത് സർവീസ് സെന്ററുകൾ എവിടെ ഉണ്ടാവണം, സ്പെയർ പാർട്സ് എവിടെ ഉണ്ടാവണം, ഷോറൂംസ് എവിടെ ഉണ്ടാവണം എന്ന് അതിനകത്ത് OEM കൃത്യമായി പറയുന്നുണ്ട്. OEM മാർഗനിർദ്ദേശ പ്രകാരമാണ് പരിവാഹൻ സോഫ്റ്റ്വെയറിൽ ഈ ഡീലറെ ആഡ് ചെയ്ത് വെക്കുന്നത്. അപ്പം OEM വെക്കുന്ന എഗ്രിമെന്റ് പ്രകാരം വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിന് CMVR റൂളിനകത്ത് ഇല്ലാത്ത ഒരു കാര്യം നമ്മൾ ആൾക്കാരിലേക്ക് അടിച്ചേൽപ്പിക്കുമ്പോൾ അത് നിയമപരമാണോ എന്ന് അന്വേഷിക്കേണ്ടതും അത് നിയമപരമാണെന്ന് വരുത്തേണ്ടതും ഉത്തരവാദിത്വം ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക്, ഈ സർക്കുലർ ഇറക്കിയ ട്രാൻസ്പോർട്ട് കമ്മീഷണറോ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് ഉണ്ടാവേണ്ടതായിരുന്നു. പക്ഷേ എന്തോ കാരണത്താൽ അത് നടന്നിട്ടില്ല. അപ്പം ഇത്തരം കാര്യങ്ങൾ നിയമവിരുദ്ധമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇത് കേരള ഗവൺമെന്റിന്റെ നയമായ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിന് യാതൊരു വിധത്തിലും ഗുണം ചെയ്യുകയും ഇല്ല ഇത്തരം കാര്യങ്ങൾ എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഇത്തരം വിഷയങ്ങളിൽ അപാകതകൾ എത്രയും പെട്ടെന്ന് പരിഹരിച്ച് സാധാരണക്കാർക്ക് വാഹനങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് എടുക്കാൻ പറ്റുന്ന തരത്തിലും ജെന്യൂൻ ആയിട്ടുള്ള ഡീലർമാർക്ക്, അവർ പരിവാഹൻ സോഫ്റ്റ്വെയറിൽ എൻറോൾ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് TCR കിട്ടുന്നതിനുള്ള തടസ്സങ്ങളും മാർഗനിർദ്ദേശങ്ങളിൽ വരുത്തുന്ന തടസ്സങ്ങളും ഒഴിവാക്കി ഇത്തരം സംഭവങ്ങൾ ഇനി ഉണ്ടാവാതിരിക്കാനുള്ള കാര്യങ്ങളും ഡീലർഷിപ്പ് ട്രാൻസ്പോർട്ട് കമ്മീഷണറേറ്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.